കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇവിടെ റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് റോമാസഭയിലേക്ക് എഴുതി അറിയിക്കുന്ന ഒരു ദൈവിക ദൂതാണിത്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക്, യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഏറ്റെടുക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്തുകൊണ്ടാണ് ശിക്ഷാവിധി ഇല്ലെന്ന് പറയാൻ കാരണം, ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കാരണം യേശുവിന്റെ ക്രൂശിത മരണമാണ്. യേശുവിനോട് ഐക്യപ്പെടുന്നവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്. എങ്ങനെ ഐക്യപ്പെടുന്നത്? യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോ റോമാലേഖനത്തിൽ അവിടുന്ന് പറയുകയാണ്, യേശുവിന്റെ ക്രൂശിത മരണത്തോടുള്ള ഒരു താതാത്മ്യമായിരുന്നു നമ്മൾ കർത്താവുമായിട്ടുള്ള ഐക്യത. നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചതാണ്, രോഗങ്ങളെ അവൻ വഹിച്ചതാണ്, നമുക്ക് വേണ്ടി അടികളേറ്റതാണ്. അതുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുയേശുവിലാണോ ഈ വചനം കേൾക്കുന്ന നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ശിക്ഷാവിധിയില്ല. ഇവിടെ ലോകത്തിൽ ശിക്ഷാവിധി ഉണ്ട് പ്രിയമുള്ളവരെ. ലോകം നശിക്കാൻ വേണ്ടി ഇരിക്കുന്ന ലോകം. ഇപ്പൊ നമുക്കറിയാം, ലോകത്തിൽ പല വ്യത്യാസങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളെക്കുറിച്ചും ക്ഷാമങ്ങളെക്കുറിച്ചും ഭൂകമ്പങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നു, പകർച്ചവ്യാധികളെക്കുറിച്ചെല്ലാം കേൾക്കുന്നു. എന്നാൽ ഇവിടെ ഓർക്കണം, എന്തെല്ലാം വന്നെങ്കിലും ക്രിസ്തുയേശുവിലുള്ളവർക്ക് മാത്രം ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷിക്കപ്പെടുവാൻ ഇടവരും. അവരെ രക്ഷിക്കാൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ടാ യേശുവിലേക്ക് വരണം, യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ ആരാധിക്കണം, യേശുവിന്റെ കൂടെ ജീവിക്കണം എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ സുവിശേഷം ഭൂലോകത്തിൽ എല്ലായിടത്തും പോയി എല്ലാവരോടും പറയണം. യേശുവിന്റെ വചനം എല്ലാവരും അറിയണം. യേശുവിനെ അറിയാത്തവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് കൊണ്ട് എല്ലാവരും യേശുവിനെ അറിയാൻ തക്കവണ്ണം യേശുവിന്റെ വചനം എത്തിക്കാൻ വേണ്ടി നമ്മളും വിളിക്കപ്പെട്ടവരാണ്. ഈ വചന സന്ദേശം കേൾക്കുന്ന നിങ്ങളോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. യേശുവിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന അനേകരുണ്ട്. അവരകപ്പെടാതിരിക്കണമെങ്കിൽ ഈ രക്ഷയിലേക്കും യേശുവിനെ അറിയാനുള്ള വഴിയിലേക്കും അവരെ കൊണ്ടുവരണം. അതിനുള്ള കടമ നമുക്കുണ്ട്. ഈ വചന സന്ദേശം കേട്ട നിങ്ങൾ ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.